നമസ്തേ. 16/2/2025 ഞായറാഴ്ച നിങ്ങളുടെ തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടായിരിക്കുന്നു? ഈ ഞായറാഴ്ച തൊഴിൽ മേഖല ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച എന്ത് തൊഴിൽ മേഖലയാണ് എന്ന് ആരും കമന്റ് ചെയ്യേണ്ട. ഇത് സർക്കാർ ജീവനക്കാരെ പോലുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള കുറെ വിഭാഗങ്ങൾക്ക് മാത്രമേ ഞായറാഴ്ച തൊഴിലില്ലാത്തുള്ളൂ. ബാങ്കിങ്, ധനകാര്യ മേഖല, പ്രൈവറ്റ് മേഖലകൾക്കൊക്കെ ഞായറാഴ്ചയൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലകളുണ്ട്. അതുകൊണ്ട് അതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞായറാഴ്ചയോടെ ബാങ്ക് എന്നൊന്നും ആരും ചോദിക്കണ്ട. കാരണം അങ്ങനെ കഴിഞ്ഞ തവണത്തേലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളൊക്കെ നിങ്ങൾക്ക് ചിലർക്കുണ്ടാവില്ലെങ്കിൽ ചിലർക്കുണ്ടാകും എന്ന് മനസ്സിലാക്കി ഇതിനെ സമീപിക്കണം. പിന്നെ നിങ്ങളുടെ പൊതുവായ നക്ഷത്ര ഫലത്തെക്കുറിച്ച് ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങൾ എന്ന പോസ്റ്റ് കാണുക. ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ്. ഇതിനകത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിച്ചാൽ അതും കൂടെ കൂട്ടിച്ചേർക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള തൊഴിൽ മേഖലകൾ ഏതൊക്കെയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങളുടെ കേൾക്കുന്നവർക്ക് ആവശ്യമുള്ള തൊഴിൽ മേഖലകൾ മെസ്സേജ് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് കഴിയും. അടുത്ത പോസ്റ്റ് പോലെ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. രവി, ശനി, ബുധൻ കുംഭം രാശിയില്, ശുക്രൻ, രാഹു മീനൻ രാശിയില്, വ്യാഴം ഇടവൻ രാശിയില്, ചൊവ്വ മിഥുനം രാശിയില്, ചന്ദ്രനും കേതുവും കന്നി രാശിയിൽ. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ഇതിന്റെ വേദാന്തോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫലം നിരൂപണം ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ഈ മേടക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഗുണകരമായിരിക്കും. ക്ഷേത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ഈ അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, മെഡിക്കൽ സ്റ്റോർ പോലുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിരിക്കും. അതേപോലെ മരം, ഇരുമ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങളും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് സാമ്പത്തികമായ നേട്ടമൊക്കെ ഉണ്ടാകും. സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കാം. വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, വ്യവസായ, വാഹനം മുതലായവ ചെയ്യുന്നവർ, ചില വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അനുകൂലമാണ്. ഈ കച്ചവടം എന്ന് പറയും, ലോട്ടറി 1-2 പേരെ എന്നോട് പറഞ്ഞിരുന്നു ലോട്ടറി കച്ചവടത്തെ കുറിച്ച് പറയണം. ഈ കച്ചവടം എന്ന് പറയുന്നിടത്ത് ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാത്തത്. എങ്കിലും ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് പറയാണ്. ലോട്ടറിയിലൊക്കെ, റോഡിലൊക്കെ നടന്ന് ലോട്ടറി കച്ചവടം നടത്താം. അങ്ങനെ ചെറിയ ചെറിയ ലോട്ടറി കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്ന ചില വർക്കുകൾക്ക് അത്ര അനുകൂലം ആയിരിക്കില്ല. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം, ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ് തൊഴിൽ മേഖലയില്. എങ്കിലും വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ദേവീക്ഷേത്രം, അതും സൗമ്യമായ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, സൗമ്യ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാല് സൗമ്യഭാവത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദേവീക്ഷേത്രങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നിടത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്.
ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, വിനോദവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ടൂറിസം കൂടാണ്ട് ആഭ്യന്തരമായ വിനോദങ്ങളും ഉണ്ടല്ലോ, ചെറിയ പാർക്കുകൾ, ഇങ്ങനെയൊക്കെ വിനോദ സംബന്ധമായ കാര്യങ്ങളുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായ സമയം ആണ്. എന്നാൽ ഒറ്റയ്ക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അനുകൂലമല്ല. കൺസൾട്ടിങ് ഏജൻസികളെ പോലെയൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്നവർ, അതേപോലെ ഈ ഭൂമിയുമായി നേരിട്ട് വർക്ക് ചെയ്യുന്നവർ, തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, ഇടവക്കൂറിൽപ്പെട്ട തൊഴിലാളികൾ, ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തുന്നവര്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അത്ര അനുകൂലമായ ദിവസം അല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മരം, ഇരുമ്പ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ മദ്യപാനം, ലഹരി ഉപയോഗങ്ങൾ ഇവയൊക്കെ ചെയ്തിട്ട് ഈ പണിക്കൊക്കെ ഞായറാഴ്ച പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശി. മിഥുനം രാശിക്ക് തൊഴിൽ മേഖല വളരെ മോശമാണ്. കുറച്ചു നാളത്തേക്ക് അങ്ങനെ ഉണ്ടാകും. ജാതകം അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഈ ദോഷം ഒരു പരിധി വരെ കുറയും. എങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട മേന്മകൾ പൂർണ്ണമായ തോതിൽ കുറച്ചു നാളത്തേക്ക് കിട്ടില്ല. അപ്പൊ അത് ഞായറാഴ്ച വളരെ അനുകൂലമല്ല. ദൈവാധീനം ഒട്ടും ഞായറാഴ്ച തെളിഞ്ഞു വരുന്ന ഒരു ദിവസമല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. മിഥുനം എന്ന് പറയുന്നത് മകീര അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ്. ഈശ്വരാരാധനയൊക്കെ നടത്തുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, കഴിയുന്നത്ര നാമം ജപിക്കുക. നാമം ജപിക്കുന്നതിന് സമയവും കാലവും ഒന്നും നോക്കണ്ട. യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോൾ, എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നാമം ജപിക്കാം. അങ്ങനെ ഈശ്വര സ്മരണയോടുകൂടി മിഥുനം രാശിക്കാര് ഈ ഞായറാഴ്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടക കൂറുകാർക്ക് അനുകൂലമാണ്. ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ സ്വാഭാവികമായും അനുഭവപ്പെടും. ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതുപോലെ ടൂറിസം മേഖല, വിനോദ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ചില കൺസൾട്ടിങ് മേഖലകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമായ ദിവസമാണ്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ അനുകൂലമാണ്. സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന ജോലികൾക്ക് അനുകൂലമാണ്. ആർട്ട് വർക്കുകൾ, ചിത്രരചന, അതൊക്കെ അനുകൂലമാണ്. വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന, വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക്, വാഹന സംബന്ധമായ തൊഴിൽ, വാഹനവും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, ആഭരണവും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. അങ്ങനെ പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിരിക്കും. മരവും ഇരുമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. പക്ഷെ വാഹന സംബന്ധമായി ഇരുമ്പും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്, പക്ഷെ അവർക്ക് അനുകൂലമാണ്. വാഹനവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പക്ഷെ അതുകൂടാണ്ടുള്ള ഇരുമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യവസായം ചെയ്യുന്നവർ, സ്റ്റീല്, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായ സമയം അല്ല. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവാണ്. ഈ അഗ്നി സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ്, പട്ടാളം മുതലായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പോലീസുകാര് ഒക്കെ ഉണ്ടല്ലോ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാർ. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് വർക്കുകാർക്ക് അനുകൂലമാണ്. ഭൂമി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകൾ, ചിത്രരചന, പെയിന്റിംഗ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ഒറ്റയ്ക്ക് നിന്ന് ചിങ്ങക്കൂറുകാരുള്ളവർ വർക്ക് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ
ഈ ഗ്രൗണ്ടുകൾ, പാർക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അത് വലുതും ചെറുതുമായ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയുള്ളവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം. ശുചീകരണ തൊഴിലാളികള്, അതേപോലെ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ തൊഴിൽ ചെയ്യുന്നത് അവര് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വർക്കുകളൊക്കെ പരമാവധി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത രീതിയിൽ വർക്കുകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണെങ്കിലും പൊതുവെ ഒറ്റയ്ക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. റോഡിലൂടെയൊക്കെ ഈ ലോട്ടറി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ബലൂൺ പൂൾ, അങ്ങനെയുള്ള ഒറ്റയ്ക്ക് ഈ റോഡുകളിലൂടെയൊക്കെ നടക്കുന്ന സെയിൽസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ഈ ബെൽറ്റുകളൊക്കെ വർക്ക് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദേവാലയവുമായി ബന്ധപ്പെട്ട്, വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതുപോലെ ശാസ്താവിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ഉപദേശങ്ങളൊക്കെ നൽകുന്ന കൺസൾട്ടിംഗ് ഏജൻസികൾക്കൊക്കെ അനുകൂലമാണ്. ഡോക്ടർമാർക്ക് പൊതുവെ അനുകൂലമാണ്. പക്ഷെ മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അതുപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര്, പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ, സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര്, അതുപോലെ സ്ത്രീകൾ മാത്രമായിട്ട് തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അത്ര അനുകൂലമല്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ലഹരി പിടിക്കാനൊക്കെ പോകുന്ന പോലീസുകാരെ പോലുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന, ലഹരി വിൽക്കുന്നവരെ കുറിച്ചൊന്നുമല്ല, അവരുടെ ഫലങ്ങളൊന്നും പറയില്ല, അതിന്റെ ആവശ്യകതയുമില്ല. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കേണ്ടതായ ആവശ്യകത നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. ഈ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പോകുന്ന പോലീസുകാർ, അത് അന്വേഷണത്തിന് പോകുന്ന ആളുകളൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നർത്ഥം. ഇനി തുലാം, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചോതിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. മനസ്സും ശരീരവും അനുകൂലമല്ല തൊഴിൽ രംഗത്ത്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്, ഞായറാഴ്ച ദിവസം. അതേപോലെ അഗ്നിശമനസേനയുമായി ബന്ധപ്പെട്ട് മരങ്ങളും ഇരുമ്പ്, മരം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ, ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നവർ, ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നവർ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊന്നും അനുകൂലമായ സ്ഥിതിയല്ല. ശുചീകരണ തൊഴിലാളികള്, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികളൊക്കെ ഞായറാഴ്ച വർക്ക് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. അതേപോലെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, വിദ്യാലയം എന്ന് പറഞ്ഞാല് അംഗീകൃത വിദ്യാലയങ്ങൾ മാത്രമല്ല ഉള്ളത്, ഈ ട്യൂഷനൊക്കെ നടത്തുന്നവര് അവരൊക്കെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിദ്യാലയങ്ങൾ ഞായറാഴ്ച എവിടെയാണ് എന്നുള്ള ചോദ്യം വേണ്ടാന്ന് ഇറക്കും. പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് പറയുന്നത്.
വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപക മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഞായറാഴ്ച വർക്ക് ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർട്ട് വർക്കുകൾ, പെയിന്റിംഗ് വർക്കുകൾ, ചിത്രരചന, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ആഭരണ നിർമ്മാണ മേഖലയില്, ആഭരണ വ്യവസായ രംഗത്തൊക്കെ, ലേഡീസ് ഷോപ്പുകൾ പോലുള്ളിടത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന വൃശ്ചികക്കൂറുകാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അഗ്നിശമനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവര് തുണിയൊക്കെ തേക്കുകയൊക്കെ ചെയ്യൂലോ, അങ്ങനെ തേപ്പ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണെന്ന് ചിന്തിക്കണം. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, ഭൂമിയുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ഇരുമ്പ് സംബന്ധമായ വ്യവസായങ്ങൾ ചെയ്യുന്നവര്, സ്റ്റീൽ കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം, ഈ കട്ടിയുള്ള ഇരുമ്പും കനം കുറഞ്ഞ സ്റ്റീൽ പോലുള്ള ചെറിയ കനം കുറഞ്ഞ ഫർണിച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെ ഇരുമ്പ് വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ശുചീകരണ തൊഴിലാളികള്, ഹോട്ടൽ തൊഴിലാളികൾക്കൊക്കെ ഈ വൃശ്ചികക്കൂറുകാരായവർക്ക് അനുകൂലമായ സമയമല്ല. നിലച്ചിടാത്ത അപവാദങ്ങളും ചിലപ്പോൾ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും വൃശ്ചികക്കൂറുകാർ, ശ്രദ്ധിക്കണം. എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊള്ളും. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓടി വന്ന് കയറുന്ന ഒരു ദിവസമാണ്, ശ്രദ്ധിച്ചു കൊള്ളണം. എങ്കിലും സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവര്, വീട്ടുകളിൽ അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവര്, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ്. ആഭരണ വാഹന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ഇരുമ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ധനുക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അഗ്നിശമനവുമായി ബന്ധപ്പെട്ടും ലഹരി പദാർത്ഥങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര്, നിയമ സംബന്ധമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ദേവകാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവര്, അതേപോലെ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ, എന്തായാലും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ധനുക്കൂറുകാരെ പ്രത്യേകം അതൊക്കെ കഴിച്ചിട്ട് തൊഴിൽ ചെയ്യാനായിട്ട് പോകാതിരിക്കുക. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണ്. എങ്കിൽ പോലും ആരോഗ്യം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ഷേത്ര സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഡോക്ടർമാർക്ക്, ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് ഏജൻസികൾ, ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നത്, സ്ത്രീകൾ മുൻഗണന കൊടുത്ത് ജോലി ചെയ്യുന്നതൊക്കെ ആയ സ്ഥാപനങ്ങൾക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകൾ, ചിത്രരചനയൊക്കെ നടത്തുന്നവർക്ക്, അതേപോലെ തുണി സംബന്ധമായ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആയിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്നിശമനവുമായി ബന്ധപ്പെട്ട് മരങ്ങളും ഇരുമ്പും ഒക്കെയായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള പ്രശ്നം ഇവർക്ക് തൊഴിൽ രംഗത്ത് കൂടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മകരക്കൂറുകാർ തൊഴിൽ രംഗത്ത് അങ്ങനെയുള്ള സമീപനങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഇനി കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഇവിടെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ തൊഴിൽ ചെയ്യുന്നവര് ഒരു മുൻകരുതൽ എടുക്കുന്നതൊക്കെ നല്ലതാണ്. എങ്കിലും
മെഡിസിനുമായി ബന്ധപ്പെട്ടും അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പൊതുവെ ശുചീകരണ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമാണ്. വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമല്ല. അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇരുമ്പ് വ്യവസായവും ഇരുമ്പുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലം അല്ല. മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി. ഈ മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദൈവാധീനമില്ലാത്തൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ ആവശ്യമാണ്. എങ്കിലും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. ഒറ്റയ്ക്ക് നിന്ന് വർക്കുകൾ ചെയ്യാതിരിക്കുക. അഗ്നി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഭൂമി അതേപോലെ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കൾ ചേർന്നൊക്കെ നടത്തുന്ന ആളുകൾക്ക് അത് വളരെ അനുകൂലമായ സമയമാണ്. ആർട്ട് വർക്കുകൾ, ചിത്രരചന, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലം, ആഭരണ വ്യവസായം, ഇതൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. പിന്നെ വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒന്നും അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലമൊന്നും അല്ല. ഇത് പൊതുവായ ഒരു തൊഴിൽ മേഖലയെ കുറിച്ചുള്ള വിവരണമാണ്. ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കി ഇതിനെ സമീപിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.